ഹായ് എവരി വൺ. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ വെയിറ്റ് ലോസ് ജേണി എന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാനുണ്ടായിട്ടുള്ളൊരു റീസൺ എന്താണ്, ഞാൻ എത്ര kg വെയിറ്റ് ലോസ് ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി എക്സസൈസ് ചെയ്യണം, ഡയറ്റ് ചെയ്യണം എന്നുള്ളത്. ഞാനൊരു കഴിഞ്ഞ 2024 ഡിസംബർ 1 എൻ്റെ വെയിറ്റ് ലോസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡയറിയിൽ അന്നത്തെ വെയിറ്റ്, നമ്മുടെ കൈയിൻ്റെ അളവ്, നെഞ്ചളവ്, വയറിൻ്റെ അളവ്, കാലിൻ്റെ വണ്ണം എല്ലാം ഞാൻ എഴുതി വെച്ചു. എന്നിട്ട് ഒരു 21 ദിവസം ഞാൻ സ്ട്രിക്റ്റായിട്ട് ഈ ഡയറ്റും വർക്കൗട്ടും ചെയ്യുന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി. കാരണം ഇതിക്ക് മുമ്പ് പലതവണ ഞാൻ വെയിറ്റ് ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം ഞാൻ ചെയ്ത രീതികൾ ശരിയാവാണ്ടാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിതിനെക്കുറിച്ച് ഒരുപാട് ആധികാരികമായി പറയാനൊന്നും അറിയില്ല. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ജേണിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടാണ് വണ്ണം കുറച്ചതെന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തു ഇത്രയും കുറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാവരും ഇതുപോലെയൊന്നും ചെയ്ത് വയ്യാതെ ഒന്നും ആവരുത്. കാരണം ഞാനൊരു ന്യൂട്രീഷനെയോ ഡോക്ടറെയോ ഒന്നും കണ്ടിട്ടൊന്നും അല്ല ഇത്രയും വെയിറ്റ് ലോസ് ചെയ്ത്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് വേറെ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാവരുടെയും ബോഡി ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്ക് പറ്റുന്ന രീതിയിൽ നമ്മളത് പയ്യെ പയ്യെ തുടങ്ങി വെക്കുക. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. അതല്ല എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കണ്ട് കാര്യം പറഞ്ഞ് ഇതാക്കിക്കൊള്ളണം. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 1 തീയതിയാണ്. അതായത് 2024 ഡിസംബർ 1. ഞാൻ എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് ചെയ്യണം എന്ന് എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഇതാണെന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ തോന്നാൻ കാരണം ഞാൻ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ് നമ്മളെവിടെയെങ്കിലും പോകാൻ വേണ്ടി യാത്രയൊക്കെ കഴിഞ്ഞ് എടുത്തിടുമ്പോൾ എനിക്ക് പാകമാവാറുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഓരോ ദിവസം തോറും ഞാൻ വീണ്ടും വീണ്ടും വണ്ണം വെച്ച് വരാണെന്നുള്ളത് നമുക്ക് സ്വയം ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യണം ഞാൻ ചെയ്തിരുന്നത് ചായ കുടിക്കും. പക്ഷേ ആ ഒരു കാര്യം തന്നെ ഞാൻ മാറ്റി. ആദ്യമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ കുടിക്കുന്ന ചായ കുടിക്കാണ്ടാവുമ്പോൾ നമുക്ക് നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചായ കുടി എന്നുള്ളത് മാറ്റി പകരം ഒരു വലിയ ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് ചെയ്തൊരു കാര്യം അതാണ്. അത് വെറുതെ നാരങ്ങ പിഴിഞ്ഞതോ അല്ലെങ്കിൽ പട്ടയിട്ട് തിളപ്പിച്ചതോ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം കുടിക്കൂ, ജീരകവെള്ളം കുടിക്കൂ എന്നൊക്കെ പറയണ പോലെ അങ്ങനെയുള്ള ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ നമ്മൾ കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച് വെച്ചിരുന്ന തലേ ദിവസം തിളപ്പിച്ച വെള്ളമാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുടിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 8-9 മണിക്കുള്ളിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തുടങ്ങി. ഫുഡ് നമ്മൾ കഴിക്കുന്നത് നമുക്ക് തോന്നുന്ന സമയത്ത് കഴിക്കാതെ ഫുഡ് കഴിക്കുന്ന സമയത്തിനൊരു കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങി. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് റാഗി കൊണ്ടുള്ള എന്തെങ്കിലും, ഇപ്പോൾ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഓട്സ് കാച്ചി കുടിക്കും. സ്മൂത്തി ആയിട്ടൊന്നും ഞാൻ എടുക്കാറില്ല, എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കും. സാധാ ഗോതമ്പ് പൊടി കൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി കഴിക്കും, അതല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതിനൊക്കെ കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ലോസിന് പ്രത്യേകം കറികൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. വീട്ടിൽ എന്തെന്നാണോ അന്ന് കറി ചായക്ക് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ പരിപ്പോ കടല ചെറുപയർ വൻപയർ അങ്ങനെ എന്താണോ ഉള്ളത് അത് കൂട്ടി രാവിലത്തെ ചായക്കുള്ളത് കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഞാൻ ഫുള്ളായിട്ടൊന്നും അവോയ്ഡ് ചെയ്തില്ല, കുറച്ച് ചോറ് എടുക്കുമായിരുന്നു. അതായത് നമ്മൾ എങ്ങനെയാണോ സാധാരണ ഭക്ഷണം കഴിച്ചിരുന്നത് അതിൻ്റെ നേരെ പകുതിയാക്കി ചോറിൻ്റെ അളവ്. കറികൾ കൂടുതലായിട്ട് എടുക്കാൻ തുടങ്ങി. അതായത് രാവിലത്തെ എന്താണോ കറി അതും, അതോടൊപ്പം പച്ചക്കറി എന്തെങ്കിലും ഒലത്തോ തോരനോ അങ്ങനെ എന്തെങ്കിലും, അതോടൊപ്പം മുട്ട പുഴുങ്ങിയതോ വറുത്തതോ, അതല്ലെങ്കിൽ ചിക്കൻ, മീൻ കറിയായിട്ടാണ് ഞാൻ എടുക്കാറ്. ഫ്രൈഡായിട്ട് ഞാൻ കഴിക്കാറില്ല.
അങ്ങനെയാണ് ഉച്ചക്കത്തെ ലഞ്ച് ഞാൻ എടുത്തിരുന്നത്. ചിലപ്പോൾ അതോടൊപ്പം ഞാൻ കുക്കുംബർ അല്ലെങ്കിൽ ക്യാരറ്റ് എന്തെങ്കിലും കൂടി ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് ഒരു മാക്സിമം ഒരു 7 മണി 7:30-ക്കുള്ളിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും രാത്രി ഞാൻ ചോറ് കഴിക്കാറില്ല. പകരം ഓട്സ് കാച്ചി ചിലപ്പോൾ കുടിക്കും. അതല്ലെങ്കിൽ സാലഡ്, അത്യാവശ്യം വലിയൊരു കുക്കുംബറിൻ്റെ പകുതി, പിന്നെ 2 ക്യാരറ്റ്, സവാള, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അരിഞ്ഞ് മിക്സ് ചെയ്ത് ഒരു ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞ് ഒരു സാലഡ് പോലെ ഇത്തിരി ഉപ്പും വിതറിയിട്ടിട്ടാണ് ഞാൻ കഴിച്ചിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ എൻ്റെ വെയിറ്റ് ലോസിൽ കഴിച്ചിരുന്ന ഫുഡെന്ന് പറയാനായിട്ട്. പിന്നെ മെയിനായിട്ട് ഇപ്പോൾ വൈകുന്നേരം ഫ്രൂട്ട്സ്, ഇപ്പോൾ കപ്പങ്ങയോ പേരക്ക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളും നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാറ്റി മാറ്റി കഴിക്കാം. രാത്രി ചോറ് ഞാൻ ഒട്ടും തന്നെ കഴിക്കാറുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് ഒരു 21 ദിവസം ഞാൻ കറക്റ്റായിട്ട് ഫുഡിൻ്റെ കാര്യത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. പിന്നെ അതോടൊപ്പം ഞാൻ 1 മണിക്കൂർ വർക്കൗട്ടിന് വേണ്ടി മാറ്റിവെക്കും. അതും കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരേ ടൈമിന് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എപ്പോഴാണോ ഞാൻ ഫ്രീ ആവുന്നത് ആ ടൈമിൽ ഞാൻ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ആദ്യമൊക്കെ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. അതായത് ഇത്രയും നാൾ നമ്മളൊന്നും ചെയ്യാതിരുന്ന് പെട്ടെന്ന് ചെയ്ത് കഴിയുമ്പോൾ നല്ല കാലുവേദനയും നല്ല ഷോൾഡർ പെയിനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ന് ചെയ്ത് വേദനയാണെന്നും പറഞ്ഞ് നാളെ ചെയ്യാതിരിക്കരുത്. നമ്മളത് ചെയ്ത് മാറിയാണ് സെറ്റായി വരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടിന്യൂസ് നമ്മൾ ചെയ്യാനായിരിക്കണം. എന്നാലാണ് നമ്മളുടെ പെയിൻ മാറുകയുള്ളൂ, നമുക്ക് റിസൾട്ടും ഉണ്ടാവുള്ളൂ. അങ്ങനെ ആദ്യത്തെ 21 ദിവസം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ടുള്ള ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ കഴിച്ച് 21 ദിവസം വർക്കൗട്ടും ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വെയിറ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ റിസൾട്ട് മനസ്സിലായത്. ഞാനതിവിടെ കാണിക്കാം. എത്ര കിലോ കുറഞ്ഞു, എത്ര ഇഞ്ചസാണ് ഓരോ പാർട്സിലും നമുക്ക് വ്യത്യാസം വന്നതെന്നുള്ളതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിച്ചു തരാം. പിന്നെ നമുക്കത് മനസ്സിലാവും. കാരണം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് പാകമാവും. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു ചേഞ്ചൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ തോന്നി ഇത് കുറച്ച് നാളും കൂടി, ഇപ്പോൾ 21 ദിവസം കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാളും കൂടി മുന്നോട്ട് കൊണ്ടുപോയി നോക്കാമെന്ന് കരുതി നല്ല രീതിയിൽ ഇപ്പോഴും ഞാനിത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റും, നമ്മളത് വിചാരിക്കണം, നമ്മളെക്കൊണ്ടത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്ത് കാര്യം ചെയ്താലും അതിനൊരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് 100% എൻ്റെ കാര്യത്തിൽ ഉറപ്പാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ആദ്യം ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ വെയിറ്റ് ലോസ് ജേണി കൂടുതലായിട്ട് അറിയുന്നതിനും എൻ്റെ വർക്കൗട്ട് വീഡിയോസ് കാണാനും വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.